ഗതാഗത നിയമലംഘനത്തിന് ലൈസൻസിൽ ബ്ലാക്ക് പഞ്ചിംഗ് നടപ്പാക്കുന്നത് പരിഗണനയിലാണ്. നിശ്ചിത എണ്ണം ബ്ലാക്ക് പഞ്ചുകൾ വന്ന ലൈസൻസുകൾ സ്വയമേവ റദ്ദാക്കും. ഇത് നടപ്പാക്കുന്നതോടെ തുടർച്ചയായ നിയമലംഘനങ്ങൾ തടയാനാകും. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കായുള്ള യാത്രാ കൺസെഷന് വേണ്ടി ആപ്പ് നിലവിൽ വരും. ഏതെങ്കിലും കാരണത്താൽ ലൈസൻസ് നഷ്ടമായാൽ തിരികെ ലഭിക്കാനുള്ള നടപടികൾ എളുപ്പമാകില്ലെന്നും മന്ത്രി KV ഗണേഷ് കുമാർ വ്യക്തമാക്കി. റോഡ് കയ്യേറി നടത്തുന്ന കച്ചവടങ്ങൾ, റോഡരികിലെ പാർക്കിംഗ് എന്നിവ തടയും. അപകടം ഒഴിവാക്കുന്നതിനായി കൊണ്ടുവരുന്ന നടപടികളെല്ലാം പ്രതിഷേധം കൊണ്ട് തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവന്നപ്പോഴും പ്രതിഷേധമുണ്ടായെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡ്രൈവർക്ക് നിയമത്തിന്റെ മുമ്പിൽ യാതൊരു പ്രിവിലേജും ഇല്ല. KSRTC ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചതിന് 6 മാസത്തേക്ക് ലൈസൻസ് റദ്ദാക്കാൻ RTOയ്ക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. പോലീസിന് അക്കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ എല്ലാവരും മനസ്സിലാക്കേണ്ട തെറ്റായ ഒരു ധാരണയാണ്. KSRTC ഡ്രൈവർക്ക് ഈ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ യാതൊരു എക്സംഷനും ഇല്ല. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടിയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടെന്ന് അവർക്കുണ്ട്. അത് മാറ്റാം. അവരുടെ ട്രെയിനിങ് ഇപ്പോൾ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് ഫ്യൂവൽ എഫിഷ്യൻസിയും ട്രാഫിക് നിയമങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങളിപ്പോൾ തുടങ്ങുന്നുണ്ട്. ലൈസൻസിന് അപേക്ഷിക്കുന്നവരിൽ ഭൂരിപക്ഷവും വിജയിക്കുന്ന ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ വിജയം 50% കുറഞ്ഞു. ഇത് കാര്യക്ഷമമായ രീതിയിൽ ടെസ്റ്റ് നടത്താൻ തുടങ്ങിയപ്പോഴാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇതുവരെ KSRTCക്ക് ഫീസ് ഇനത്തിൽ 11 ലക്ഷം രൂപയാണ് ലാഭം. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെല്ലാം സത്യമല്ലെന്ന് പൊതുജനങ്ങളും മാധ്യമങ്ങളും മനസ്സിലാക്കണമെന്നും മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെട്ട കേസുകൾ വർഷങ്ങളോളം നടത്തുമ്പോൾ 1 കോടി രൂപയോളമാണ് നഷ്ടം. ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സിവിലിയൻ ആപ്പ് യുവാക്കൾ ഉപയോഗിക്കണമെന്നും ഓരോ വ്യക്തിയും നിയമപാലകരും നിരീക്ഷകരുമായാൽ അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാനാകുമെന്നും മന്ത്രി നിയമസഭാ പുസ്തകോത്സവത്തിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞു. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.